സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷം. കേന്ദ്രത്തിലും ഇതുതന്നെയാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി 3 വർഷം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാജിക്കത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. കാരണം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമം മൂലം വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകളോടാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം കൂടുതൽ. അതുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും നിയമിക്കുന്നതും ഒക്കെ സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ഒഴിവുകൾ എത്ര മാസത്തിനകം നികത്തണം? 3 മാസത്തിനകം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവയുടെ ഒഴിവുകൾ എത്ര മാസത്തിനകം നികത്തണം? 3 മാസം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിന്. രാജി, നീക്കം ചെയ്യൽ, നിയമനം, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എല്ലാം സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ കാര്യമാണ്. കേന്ദ്രത്തിലാണെങ്കിൽ ഇതെല്ലാം പ്രസിഡന്റിനാണ് ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാരാണ് ഈ റിപ്പോർട്ട് പിന്നീട് സംസ്ഥാന നിയമസഭയിൽ വയ്ക്കുകയും മറ്റും ചെയ്യുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പി.കെ. ശിവാനന്ദൻ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പി.കെ. ശിവാനന്ദൻ. നിലവിലെ ഇത് ആരാണെന്ന് കമൻറ്റ് ചെയ്യണം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരമാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരം അയ്യങ്കാളി ഭവൻ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പി.കെ. ശിവാനന്ദൻ.